ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ വെച്ചുകൊണ്ടും ഇന്നലകളിൽ നടന്ന പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ടും നമുക്കൊരു രാഷ്ട്രീയ പ്രവചന അനാലിസിസ്, ഒരു വിശകലനം നടത്തുന്നത് നന്നായിരിക്കും. വിശകലനങ്ങളും പ്രവചനങ്ങളും അതുപോലെ സംഭവിക്കണമെന്നില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അതും സംഭവിക്കാം. എന്താണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രായം കൂടുന്നു, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമോ? കാരണം ഇനിയിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും തോറ്റുപോകാനുള്ള എല്ലാ സാധ്യതയും. UDFന്റെ ട്രെൻഡാണ് കേരളത്തിൽ കിടക്കുന്നത്. കുറച്ച് സീറ്റുകൾ, ഒരു 4-5 സീറ്റ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ BJP ശക്തമായ സാന്നിധ്യമായിരിക്കും. കോഴിക്കോട് BJPക്ക് ഒരു സാധ്യതയുണ്ട്, പാലക്കാട് സാധ്യതയുണ്ട്, പത്തനംതിട്ട, അങ്ങനെ പല സ്ഥലങ്ങളിലും BJPയുടെ സാധ്യത നമ്മൾ കുറച്ച് കാണണ്ട. ഒരു 4-5 സീറ്റ് മുതൽ 10 സീറ്റിന് താഴെ വരെ BJP പിടിച്ചാലും അത്ഭുതമില്ല. അങ്ങനെ വന്നാൽ പോലും 10-80 സീറ്റ് പിടിച്ച് UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം പൊളിയുന്നത് CPMനകത്തുള്ള വോട്ടിംഗ് പരിപാടിയിലായിരിക്കും എന്നാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ CPMന്റെ അടിത്തറ താഴ്ന്നിട്ടില്ല, വല്ലാതെ താഴ്ന്നു പോയിട്ടില്ല. പക്ഷേ താഴ്ന്നു പോകാം എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന രാഷ്ട്രീയം. ഇതുവരെ നമ്മൾ പഠിച്ചതും പറഞ്ഞതുമെല്ലാം കോൺഗ്രസ് വിമുക്ത കേരളവും ഭാരതവും, കോൺഗ്രസ് വിമുക്ത കേരളവും ആ ഗ്യാപ്പിൽ BJP വരികയും അതാണ് BJPയുടെ പരിപാടിയും. 2026-ൽ പിന്നെ കൂടി CPMനെ അധികാരത്തിൽ വരുത്തുക. അപ്പോൾ പിന്നെ ഒരു കോൺഗ്രസ് ഇല്ലാതാവും, അവിടെ പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് BJP വരിക, 2031-ൽ ഭരണത്തിൽ വരിക. ഇതായിരുന്നു BJPയുടെ സംഘപരിവാറിന്റെ കൃത്യമായ ഒരു ഫോർമുല. ആ ഫോർമുല പൊളിഞ്ഞു, UDF ശക്തമാകുന്നു. അപ്പൊ ഇനി LDFന് അടിക്കാനാണ് എളുപ്പം. കാര്യം LDFന് ആളുകൾ ഇപ്പുറത്തോട്ട് വന്നു തുടങ്ങി BJPയിലോട്ട്. അതുകൊണ്ട് LDFന് അടിക്കാനാണ് എളുപ്പം എന്നുള്ളൊരു പുതിയ രാഷ്ട്രീയം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ BJP കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഒരു ചർച്ച, അത് വളരെ കൃത്യമായ ഒരു ചർച്ചയാണ്. പിണറായി വിജയനെതിരെ EDയുടെ ഒരുപാട് കേസുകളുണ്ട്. അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പിണറായി വിജയൻ മത്സരിച്ചാലും ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്, അതായത് ഈ വരുന്ന 4-5 മാസം കൊണ്ട് പിണറായി ഒന്ന് പൂട്ടണം. അപ്പൊ സ്വാഭാവികമായിട്ട് പിണറായിയെ പൂട്ടുമ്പോൾ CPMനെ പൂട്ടാൻ കഴിയും. അങ്ങനെ CPMനെ പൂട്ടാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ശബരിമല കേസും കൂടെ എടുത്തിട്ട് പൂട്ടാൻ ശ്രമിച്ചാൽ, EDയെ കൊണ്ടൊക്കെ ഒന്ന് പൂട്ടിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് CPMനെ പൂട്ടാൻ പറ്റും. അങ്ങനെ CPMനെ പൂട്ടിയാൽ, വല്ലാതെ CPMന് ലോക്കിട്ടാൽ സ്വാഭാവികമായിട്ട് UDF ആയിരിക്കും വരുന്നത്. ഉടനെ UDF ആയിരിക്കും വരുന്നത്. പക്ഷേ CPMന് ലോക്കിട്ട് കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലും CPM കുറഞ്ഞു. അസംബ്ലി തെരഞ്ഞെടുപ്പ് കൂടി CPMന് കിട്ടാതിരുന്നാൽ CPMന്റെ ധനകാര്യ പ്രശ്നം വരും, സാമ്പത്തിക പ്രതിസന്ധി വരും CPMനകത്ത്. ഇപ്പൊ അവർ പിടിച്ചു നിൽക്കുന്നത് സാമ്പത്തികം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ പിണറായി വിജയൻ എന്നുള്ള നേതാവ് ഇല്ലാതിരിക്കുകയും അദ്ദേഹം സൈലന്റ് ആവുകയും അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ വനവാസത്തിലേക്ക് പോവുകയോ സൈലന്റ് ആവുകയോ ചെയ്യുകയും പണമില്ലാതിരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് CPMന് എന്ത് എന്നൊരു ചോദ്യമുണ്ട്. കണ്ണൂരിൽ നിന്ന് രണ്ടാമതൊരാളിനെ CPM വളർത്തിയെടുത്തിട്ടുമില്ല. ജയരാജന്മാര്, P ജയരാജനും MV ജയരാജനും ജയരാജന്മാർ EP ജയരാജൻ മൂന്നും തമ്മിൽ തല്ലും. അവരിപ്പോ കേരള രാഷ്ട്രീയത്തിലേ ഇല്ല. പിന്നെ ആകപ്പാടെ അവിടെ മരുന്നിനെന്ന് പറയാൻ ഒരു ശ്രീമതി ടീച്ചറും ഒരു ശൈല ടീച്ചറും. ശൈല ടീച്ചർ തോറ്റു, ഷാഫിയോട് തോറ്റു. അതുകൊണ്ട് അവരുടെ പൊളിറ്റിക്കൽ കരിയർ ഗ്രാഫും അത്ര വലുതല്ല, അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുമൂലമല്ല അവിടെ നിന്നൊരു പുരുഷ കേസരിയെ പിണറായിക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിന് പിണറായിയോട് അടുത്ത ആളുകൾ പറയുന്ന ഒരു ന്യായം, ഞാൻ കഴിഞ്ഞാൽ പ്രളയം, ഇനി വേണ്ട പാർട്ടി എന്നുള്ള നിലയിലാണ് പിണറായി ചിന്തിക്കുന്നത്. ഒരു രാജാവിന്റെ മനസ്സുണ്ടല്ലോ, ഒരു രാജാധികാര മനസ്സുണ്ട്. ഞാനാണ് അവസാനത്തെ രാജാവ്, ഞാൻ കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയുന്ന മനഃശാസ്ത്രമാണ്. അതിൽ പിണറായിക്ക് CPMനോട് ഒരു എതിർപ്പുള്ളത് കൊണ്ടല്ല, അതൊരു മനഃശാസ്ത്ര പ്രശ്നമാണ്. ഞാനാണ് അവസാനത്തെ രാജാവ്, ചരിത്രം എഴുതുമ്പോൾ ഞാനാണ് അവസാനത്തെ രാജാവ് എന്ന് എഴുതണം CPMന്റെ എന്ന് പറയുന്ന രാജ മനസ്സുണ്ട്. രാജാവിന്റെ അഴുക്ക രാജാക്കന്മാരാണ്, നല്ല രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് അഭിപ്രായമില്ല. അഴുക്ക രാജ മനസ്സുണ്ട്. അതായത് അധികാരത്തിന്റെ ദുർമേധസ് തലയ്ക്ക് പിടിച്ച രാജാക്കന്മാർക്ക് ഒരു ചിന്തയുണ്ട്. ഞാനാണ്, ഐ ആം ദ ലാസ്റ്റ് മാൻ, ഐ ആം ദ സ്റ്റേറ്റ് എന്നൊരു ചിന്ത പിണറായിയിൽ കിടപ്പുണ്ടെന്നാണ് ഇടതുപക്ഷ വിരോധികളായിട്ടുള്ള ആളുകളും ഇടതുപക്ഷത്തെ തീവ്രവാദികളായിട്ടുള്ള ആളുകളും ഒക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിണറായിയെ BJP ലോക്ക് ചെയ്യുകയും, എങ്ങനെ EDയെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് പിണറായിയും കുടുംബത്തെയൊക്കെ ലോക്ക് ചെയ്യുകയും, മകളെയും എക്സാലോജിക്കും മകനെയും ഒക്കെ അവർക്ക് ലോക്ക് ചെയ്യാൻ പറ്റിയാൽ, അങ്ങനെ പിണറായിയെ ലോക്ക് ചെയ്യുകയും ആ ലോക്കിലൂടെ CPMനെ ലോക്ക് ചെയ്യുകയും, കണ്ണൂർ അടക്കം സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ AK സെന്ററിലേക്കൊക്കെ നീക്കി അവിടെയും ഒരു ലോക്ക് ഇടാൻ പറ്റിയാൽ, ഈ 2-3 ലോക്കുകൾ അങ്ങോട്ട് ഇടാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുകയും പരമ്പരാഗതമായി CPM നോട്ട് ചെയ്തിരുന്ന കോഴിക്കോട്ടെ തീയ സമുദായം, നിങ്ങൾ മനസ്സിലാക്കൂ, കണ്ണൂരിലെ തീയ സമുദായം, അതായത് മുഖ്യമന്ത്രിയുടെ സമുദായം, കോഴിക്കോട്ടെ തീയ സമുദായം വ്യാപകമായി BJPക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ്, വ്യാപകമായി കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതുപോലെ തന്നെ ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യ കോട്ടയും എല്ലാം വീഴവരാണ്. അവരിൽ വലിയൊരു വിഭാഗം BDJS വഴിയോ ആര് വഴിയോ എന്തായാലും പോയി. പിന്നെ 2 നേതാക്കന്മാർ ഒളിവിലാണ്, അത് പറയാതെ പോകാൻ പറ്റില്ല.
നേരത്തെ വീഡിയോ പറയാൻ വിട്ടേ. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ വനവാസത്തിന് പോയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ സുകുമാരൻ നായർ മൗനവ്രതത്തിലാണ്. അദ്ദേഹം ഒരു വർഷത്തേക്ക് വ്രതം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിയില്ല. അപ്പൊ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും കൂടി രണ്ടുപേരും കൂടിയാണ് മൗനിബാബമാരായിട്ടുണ്ട്. അവർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ ഉടനെ, അതായത് വോട്ടെണ്ണന്റെ തലേ ദിവസം അതിന്റെ തലേ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഒരു കാരണവശാലും ഇടതുപക്ഷത്തിൽ തൊടാൻ പറ്റത്തില്ല, വാസവനെ തൊടാൻ പറ്റത്തില്ല, മുഖ്യമന്ത്രി തൊടാൻ പറ്റത്തില്ല. അസംബ്ലി ഇവിടെ 2018 വിവാദമൊക്കെ വന്നിട്ടും പിന്നെ ശബരിമല വിവാദമൊക്കെ വന്നിട്ട് പാർലമെന്റിൽ കോൺഗ്രസ് പിടിച്ചെങ്കിലും LDF ഇവിടെ പിടിച്ചില്ലേ എന്ന് ചോദിച്ച വെള്ളാപ്പള്ളി നടേശൻ ഇനി എന്ത് പറയുമെന്ന് അറിയത്തില്ല. അതാണ് കേരള രാഷ്ട്രീയത്തിന്റെ അടുത്തൊരു ചിത്രം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു മനുഷ്യൻ കേൾക്കൂല എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞ ഒരു രാഷ്ട്രീയ ചിത്രമാണ്. സുകുമാരൻ നായർ പറഞ്ഞാലും ആരും കേൾക്കത്തില്ല. കോൺഗ്രസിന് അതിന്റെ വലിയ മെച്ചമുണ്ടായി. VD സതീശനെ വെള്ളാപ്പള്ളി നടേശൻ തള്ളി പറഞ്ഞിട്ടും അധിക്ഷേപിച്ചിട്ടും VD സതീശൻ സൂര്യ തേജസ്സോടുകൂടി മുമ്പോട്ട് നിൽക്കുന്നു. അപ്പൊ അതാണ് പുതിയ രാഷ്ട്രീയം. ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയം നടക്കുന്നു. അപ്പൊ BJPയെ തള്ളി പറഞ്ഞിട്ടും BJPക്ക് വോട്ട് കിട്ടുന്നു. അപ്പൊ BJPയുടെ ഒരു സാധ്യത വലുതാകും. അപ്പൊ BJP വേഴ്സസ് കോൺഗ്രസ് ആയി മാറാനുള്ള, UDF ആയി മാറാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവിടെ കോൺഗ്രസ്സുകാരും പിന്നെ ഇവരും കൂടി പിന്നെ BJPക്കാരും കൂടി CPM-നെ ലോക്ക് ചെയ്താൽ അത്ഭുതമില്ല. ആഭ്യന്തര കലാപവും ഉണ്ട് CPM-നകത്ത്. അതാണ് വേറെ പ്രശ്നം. കാരണം പിണറായിക്ക് ശേഷം ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് CPM-ൽ വലിയ കലാപം നടക്കുകയാണ്. അത് MA ബേബി എന്നൊക്കെയൊന്നും അത്ര കയറി വരാൻ പറ്റുന്നില്ല. പിന്നെ തോമസ് ഐസക്കൊന്നും അങ്ങനെ ഒരു കരിസ്മാറ്റിക് ലീഡർ അല്ല. പിന്നെ ആരാണ് ഇതിനകത്തുള്ള ലീഡർ എന്നുള്ള ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞാൽ പപ്പടമായി, പായസം പോലെ പപ്പടമായ ഒരു നേതാവാണ്. അദ്ദേഹം പറയുന്ന ഒന്നും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം താത്വികാചാര്യനുമല്ല, സംഘാടകനുമല്ല, ഒന്നുമല്ല. ഒരു പപ്പറ്റായിട്ട്, നമ്മുടെ പിണറായിയുടെ ഒരു പപ്പറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, തെക്ക് വടക്ക് നടക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊരു കാര്യമില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യവും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് ഒരു അപഹാസ്യത കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഒന്നും കേരളത്തിൽ നടക്കുന്നില്ല. ഒരു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് വാ തുറക്കുന്ന കുറച്ചേ തുറക്കാവൂ. അതാണ് ഏറ്റവും വലിയ പ്രധാനം. തുറക്കുന്നത് കൃത്യമായിരിക്കണം. ഇത് ഇദ്ദേഹം ഉള്ളതിനും ഇല്ലാത്തിനൊക്കെ വാ തുറന്ന് ആകെ ചള കൊളയാക്കി എന്താ പറയുന്നതെന്ന് അറിയാത്ത രീതിയിൽ ഗോവിന്ദൻ മാഷ് എന്നൊക്കെ പറഞ്ഞ് എവിടത്തെ മാഷാന്ന് നമുക്കറിയത്തില്ല. ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ, പക്ഷെ എന്ത് മാഷാന്ന് അറിയത്തില്ല. അദ്ദേഹം പറയുന്ന എല്ലാം തലതിരിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ കോഴിക്കോട് അല്ല പാലക്കാട് നിന്ന് അപ്പം ഉണ്ടാക്കി, ആ അപ്പം പിന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മിനിറ്റുകൾക്കല്ല തിരുവനന്തപുരത്ത് കയറ്റിവിട്ട് ഓരോ 20 മിനിറ്റിൽ അപ്പം തിരുവനന്തപുരത്ത് നിന്ന് അപ്പം കോഴിക്കോട്ട് അപ്പം. എന്തോയായിരുന്നു അപ്പക്കളി? വല്ലതാ നടന്നോ ഇവിടെ? നടക്കുവോ വല്ലത്? അപ്പൊ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഒരുമാതിരി വട്ടാക്കുന്ന, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായതുകൊണ്ട് ഞാൻ പറയുന്നത് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എന്നൊക്കെ പറഞ്ഞൊരു യോഗത്തിൽ പറഞ്ഞു. എന്താന്ന് നമുക്ക് മനസ്സിലായില്ല, ആർക്കും കേട്ടോണ്ടെന്നൊക്കെ മനസ്സിലായില്ല. അതാണ് ഗോവിന്ദൻ മാഷ്. അതുകൊണ്ട് ഗോവിന്ദൻ മാഷിന്റെ ഈ കഥകളൊക്കെ ഓടും. അതുകൊണ്ട് ജയശങ്കറിനെ പോലുള്ള ആളുകൾ ദയവായി കളം മാറ്റി പിടിക്കുന്നത് നല്ലതാണ്. നമുക്കൊന്ന് UDF കളത്തിലേക്ക് പിടിക്കാം, അല്ലെങ്കിൽ BJP പിടിക്കുക. എന്തായാലും ഇടതുപക്ഷ അധികാരത്തിലിരിക്കെ ഇനി തെറി പറഞ്ഞുകൊണ്ട് പോവാന്ന് ജയശങ്കർ വിചാരിക്കേണ്ട. ആ പീരീഡ് കഴിഞ്ഞു.